ഹലോ, വെക്കേഷൻ ആയപ്പം ദിയക്കുട്ടിയുടെ മുടിയൊക്കെ നമുക്കൊന്ന് എന്താ പറയുക വളർത്തിയെടുക്കാമെന്നൊക്കെ വളർത്തിയെടുക്കാനല്ല, അതിനെ ഒന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും ഉച്ചിയിൽ ഇങ്ങനെ കെട്ടിവെച്ച് നടക്കുന്നതാണ് അവൾക്കിഷ്ടം. അപ്പം അത്യാവശ്യം ജടയൊക്കെ ഉള്ളതൊക്കെ ഞാൻ വിടുത്തു കൊടുക്കുകയാണ്. വിടുത്തു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് എണ്ണയും അതും ഇതൊക്കെ പുരട്ടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ജട പിടിക്കുന്നത് തീരെ ഇഷ്ടമല്ല കക്ഷിക്ക്. എപ്പോഴും നല്ല വേദനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കും. എന്നാൽ മസാജ് ചെയ്യുന്നത് ഇപ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും, അമ്മ എനിക്ക് തലയിലൊന്ന് മസാജ് ചെയ്തതാന്ന് പറയും. അപ്പം ഞങ്ങളിങ്ങനെ അത്യാവശ്യം വികൃതിയൊക്കെ കാണിച്ചുകൊണ്ട് അവൾക്ക് മുടി അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ മുടിയൊക്കെ ജട പിടിച്ച് എന്നിട്ട് ഞങ്ങൾ കറ്റാർവാഴ പറിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കറ്റാർവാഴയാണ്. അത്യാവശ്യം കുറച്ച് ചോടുകളുണ്ട്. അതിൽ നിന്നൊരു കറ്റാർവാഴയുടെ ഇത് പറിച്ചു കൊടുത്തു. അപ്പം മുള്ളുള്ളതുകൊണ്ട് അവൾക്ക് പേടിയാന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരുത്തം പോലെ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ചെറിയൊരു വരുത്തം പോലെ ഉള്ളൂ, അത് ചിലപ്പോൾ കുത്തിക്കയറിയാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അത് ചെത്തിക്കളഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഈ കറ്റാർവാഴ എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, എന്താണ് അതിൻ്റെ ചോട്ടിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു മഞ്ഞ കളറിൽ അതിൻ്റെ ഒരു കറ ഊറി വരും കേട്ടോ. അത് ചൊറിച്ചിലുണ്ടാക്കും നമ്മൾ ശരീരത്തിൽ പറ്റിയാൽ. അപ്പോൾ അതൊക്കെ അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു. അതിനൊരു കഷ്ണം എടുത്തിട്ട് അവളുടെ തലയോട്ടിൽ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചു. തണുപ്പൊക്കെയാണ്, നല്ല തണുപ്പാണ്, നല്ല സുഖമാണ് ഇതൊക്കെ പറ്റുന്നത്. അപ്പം ജലദോഷമൊക്കെ ഉള്ള സമയത്ത് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതങ്ങോട്ട് ഓട്ടിൽ ഇതുപോലെ അങ്ങ് മാറ്റി മാറ്റി പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ താരനും ഉണ്ടാവില്ല, നല്ല തണുപ്പും കിട്ടും. പിന്നെ നമ്മളത് കഴുകുന്ന സമയത്ത് നല്ല ഒരു എന്താ പറയുക ഷാമ്പൂവിൻ്റെ ഒക്കെ ഒരു എഫക്റ്റും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണ്ണ ഉണ്ടായിരുന്നു, ഞാനിവിടെ സ്ഥിരം ഇവർക്ക് തലയിൽ തേച്ച് കൊടുക്കുന്നത്. എൻ്റെ അമ്മ എനിക്കൊക്കെ തേച്ച് തന്നിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കാരണം വെച്ചാൽ എണ്ണ തീരാറായിട്ടുണ്ട്. തീരുന്നതനുസരിച്ച് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. കറിവേപ്പില വേണം, പിന്നെ നമുക്ക് എന്താ പറയുക കറിവേപ്പില, അതുപോലെ തുളസി ഇല, പിന്നെ പിന്നെ നല്ല ഏറ്റവും ഗുണമുള്ള സാധനം 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂ. പിന്നെ ഇപ്പം നമ്മൾ പറിച്ചില്ലേ കറ്റാവാഴ എടുക്കും. പിന്നെ മൈലാഞ്ചി. ഇത്രയും സംഭവമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം പിന്നെ കയ്യോന്നി എന്നൊക്കെ കയ്യന്യം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പക്ഷെ ഇപ്പോൾ കിട്ടാനില്ല, ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോടെയാണ് എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്നപ്പം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ച് കൊടുത്തു കേട്ടോ. ഉരുളി വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ കറിവേപ്പിലയും മൈലാഞ്ചിയും അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറ്റാവാഴയുടെ നീര് മാത്രം എടുത്ത് മറ്റേ ആ ഒരു പൾപ്പില്ല അത് മാത്രം ഒഴിച്ചു. ഈ പൂവും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ആ കൂടെ ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി അരിഞ്ഞതാകുമ്പോൾ നല്ല ഒരു താരൻ്റെ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടും. ആ കൂടെ ഒരു 5-6 നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കും. ആ കുരുമുളക് പൊട്ടി വരുന്ന സമയമാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ അതുവരെ നമ്മൾ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം. തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മളിപ്പോൾ ചതച്ചിട്ട് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് പെട്ടെന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടും. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് പച്ച കളറിൽ ആയി കിട്ടും. പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മൂപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടി കുരുമുളക് പൊട്ടി കഴിഞ്ഞപ്പം വാങ്ങി കരയിലേക്ക് വെച്ചു. എന്നിട്ടും നമ്മൾ ഉരുളിയല്ലേ, അപ്പം നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തത് കണ്ടോ. അതിൽ നിന്ന് നല്ല കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഒരു ഇതുപോലെ ആയി കിട്ടും, ഞെരാന്നായി കിട്ടും. അത് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ തിരുത്തുണിയോ അല്ലെങ്കിൽ നല്ല വെളുത്ത തുണി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കോരി ഒഴിച്ച് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ എത്ര കാലം വേണേലും യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഇരുന്നോളും. ഇതായിപ്പം ഞാനതിനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആ ഒരു കളറൊക്കെ കണ്ടില്ല, എല്ലാത്തിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ തുണിക്കകത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുതായിരിക്കുന്ന കാലം തൊട്ട് അമ്മ ഈ എണ്ണ ഉണ്ടാക്കുന്നതാണ്. അമ്മയ്ക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അമ്മയുടെ മുടിയായിട്ട് ഞങ്ങളുടെ ആരുടെ മുടിയെ കമ്പയർ ചെയ്യാൻ പറ്റും. എൻ്റെ ഇപ്പോഴത്തെ മുടിയല്ല, എനിക്കും ഉണ്ടായിരുന്നു നല്ലോണം. ഇത്രയും അരമറിഞ്ഞ് താഴെ മുടി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കണ്ണ വരെ മുടി ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ മുടിയുടെ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എനിക്കും എൻ്റെ രണ്ടാമത് ചേച്ചിക്കൊക്കെ ഇതുപോലെ കോലമുടി നല്ല നീളത്തിലാണുള്ളത്. അതേ ഇതാണ് കൊച്ചിനും കിട്ടിയേക്കുന്നത് കേട്ടോ.
അപ്പം അമ്മ ഈ എണ്ണ ഉണ്ടാക്കി കുപ്പിയിലുണ്ടാവും, അത് നമ്മൾ തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. അമ്മ ഇതിനകത്ത് ആ സമയത്ത് കയ്യന്യം എന്നും പറഞ്ഞൊരു സംഭവം, കയ്യന്യം എന്ന് പറയും, നമുക്കറിയാം ഈ പാടത്തൊക്കെ കിട്ടുന്നതാണ്, വയലിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാണ്, വയലിലല്ല വയലിന്റെ വരമ്പിലുണ്ടാവുന്നതാണ്. അന്നൊക്കെ അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ പെസ്റ്റിസൈഡ് ഒക്കെ അടിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അതിനെ കാണാനില്ല. ആ സാധനം മാത്രം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അറിയാലോ നമ്മളിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത്, തുളസി ഇല, പിന്നെ എന്താ പറയുക കരിവേപ്പില, അതുപോലെ എന്താ മൈലാഞ്ചി, ഈ ചേർത്തേക്കുന്ന എല്ലാ സാധനങ്ങളും മുടിക്ക് ഏറ്റവും നല്ലതാണ്. തണുപ്പ്, തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ തലയിൽ താരനുണ്ടാവില്ല. നമ്മൾ ഉള്ളി, തുളസിയില ഒക്കെ ചേർത്തിട്ടുണ്ട്, അപ്പം താരനുണ്ടാവില്ല, നല്ല തണുപ്പ്. അതുപോലെ തന്നെ നമ്മളിത് പുരട്ടി കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ സർക്കുലേഷൻ കൂടും. എന്തുകൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഒരു എണ്ണയാണ്. ഈ എണ്ണയൊക്കെ സ്ഥിരമായിട്ട് ഡെയിലി നമുക്കിത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയേണ്ടവർക്ക് കഴുകിക്കളയാൻ, കുറച്ചാണ് തേച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും എന്നുള്ളൊരു വിഷമമൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ എണ്ണയൊക്കെ പുരട്ടുക. അതുപോലെ തന്നെ എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ഈ കെമിക്കൽ ഷാമ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കറ്റാവാഴയുടെ ജെല്ലൊക്കെ പുരട്ടിയാൽ അത് കറക്റ്റ് നന്നായിട്ട് പതഞ്ഞു കിട്ടും. അത് പുരട്ടി ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ നല്ല ജലദോഷമൊക്കെ ഉള്ളത് നോക്കി ചെയ്യണം കേട്ടോ, നല്ല തണുപ്പുണ്ടല്ലോ അതിന്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാണ്. കറ്റാവാഴയുടെ ആകുമ്പം പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, മറ്റേ പൂവിൻ്റെ ഇതെടുക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെമ്പരത്തിയുടെ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഉരച്ച് അല്ലെങ്കിൽ അരച്ചൊക്കെ എടുക്കണം. ഇതാകുമ്പോൾ കറ്റാവാഴ അത് പൊളിച്ച് അതിൻ്റെ ജെല്ലൊന്ന് പുരട്ടി നന്നായിട്ട് പുരട്ടി കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എണ്ണയിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ കൃത്യം നോക്കിയാൽ മതി. നമ്മൾ 2-3 കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടി വരുന്ന സമയമാണ്. ഒത്തിരി തീയൊന്നും കൂട്ടി വെച്ച് കൊടുക്കാതെ അതിനകത്ത് ഇട്ട് കൊടുത്ത സംഭവം എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നല്ല അതിൽ കാണിച്ചില്ലേ, അത് ആ ഒരു സമയത്ത് നമ്മുടെ കുരുമുളക് പൊട്ടും. 2-3 കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. അതാണ് കറക്റ്റ് പരുവം. ഇതിവിടെ സ്ഥിരം അമ്മ ഉണ്ടാക്കുന്നതാണ്. നേരത്തെ അമ്മയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഞാൻ ദിയക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടെ. വെക്കേഷൻ അല്ലേ, വെക്കേഷൻ ആകുമ്പോൾ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക. മക്കൾക്കെല്ലാം നമുക്കും ഉപയോഗിക്കാം. അപ്പം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ മുടിയുടെ കെയർ അനുസരിച്ചിരിക്കും. നമ്മൾ എത്ര കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ മുടി എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് ഭാരം വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. തലയ്ക്ക് നല്ല ഈ ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടും. അപ്പം ഓക്കെ, താങ്ക് യു.